തആല വബറകാതുഹു. ബഹുമാന്യരായ പണ്ഡിതവര്യരെ, സമാദരണീയരായ സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട ബഹുമാന്യരായ ഉമറാക്കളെ, സുന്നി മാൽ ഫെഡറേഷൻ്റെയും സംസ്ഥയുടെ വിവിധ പോഷക സംഘടനകളെയും നേതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമകാലികമായി നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത എന്ന പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ സാദാത്യങ്ങളെയും അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തകരെയും സത്യവിശ്വാസികളെയും ഒക്കെ വളരെയധികം നിരന്തരമായി ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാപനത്തിലും വളർച്ചയിലും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങളുടെ കുടുംബ പരമ്പരയെ പൊതുവിലും SKSSFൻ്റെ 14 വർഷക്കാലത്തെ പ്രസിഡന്റും നിലവിൽ SYS സംസ്ഥാന പ്രസിഡന്റും 1500-ലധികം വരുന്ന മഹല്ലുകളെ ഹാദിയും ഒട്ടനവധി യതീംഖാനകളുടെയും അറബിക് കോളേജുകളുടെയും പട്ടിക്കാട് ജാമിയ നൂരിയ, ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഉന്നത മത കലാലയങ്ങളുടെയും പ്രസിഡന്റും രക്ഷാധികാരിയും ചാൻസലറും ഒക്കെയായി കേരള മുസ്ലിങ്ങളുടെ മത സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിലാകെ പതിറ്റാണ്ടുകളായി നിസ്തുല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിനിടയിൽ ഏറെ അംഗീകാരമുള്ള കേരള മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനനായ സമാദരണീയനായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പ്രത്യേകിച്ചും സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും വേദികളും പദവികളെയും ഉപയോഗപ്പെടുത്തി പരസ്യമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും സമസ്തയുടെ സെക്രട്ടറിയായ മുക്കം ഉമർ ഫൈസി തുടർന്നുകൊണ്ടേയിരിക്കുന്നതിൽ ഈ സംഗമം ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. സമസ്തയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഇക്കഴിഞ്ഞ ജനുവരി 20 പാണക്കാട് സംഘടിപ്പിച്ച പൈതൃക സമ്മേളനത്തിനെതിരിൽ ഉമർ ഫൈസി നടത്തിയ പ്രസംഗത്തിലെ ചില വിവാദ പരാമർശങ്ങളെ സമസ്തയുടെ ബഹുമാന്യരായ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ട്രഷററും ശക്തമായി വിമർശിക്കുകയും അദ്ദേഹത്തെ വീണ്ടും ശാസിക്കുകയും ഇത്തരം പ്രവർത്തനം സമസ്തയുടെയോ സമസ്തയുടെ പ്രവർത്തകരുടെയോ രീതിയല്ലെന്നും ഇതിനുള്ള പരിഹാരം ഉടൻ ഉണ്ടാക്കേണ്ടതാണെന്നും അദ്ദേഹത്തെ നേതാക്കൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തതായി കഴിഞ്ഞ ജനുവരി 26 സുപ്രഭാതമടക്കമുള്ള മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി സമാദരണീയനായ നേതാക്കൾക്ക് മാധ്യമങ്ങളിലൂടെ ദുഃഖം രേഖപ്പെടുത്തേണ്ട ഏറ്റവും സങ്കടകരമായ അവസ്ഥയും ഉണ്ടാക്കി. ഒരു പരിഹാര നടപടിയും ഉമർ ഫൈസിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സമസ്തയുടെയും തീരുമാനമെടുത്ത നേതാക്കളെയും കൊച്ചാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചു കണ്ടത്. ഇത്രയും മോശമായ രീതിയിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സൽപ്പേരിനും മഹിത പാരമ്പര്യത്തിനും തീരാ കളങ്കം വരുത്തി വെക്കുന്ന സമസ്തയുടെ താങ്ങും തണലുമായ സാധാരണക്കാർക്കും പ്രത്യേകിച്ച് സമസ്ത മുശാവറയെ ഏറെ ആദരവോടെ നോക്കിക്കാണുന്ന കേരളീയ പൊതുസമൂഹത്തിനും മാധ്യമ പ്രവർത്തകർക്കുമിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പവിത്രമായ മുശാവറിൽ നിന്നും മാറ്റി നിർത്തി സമസ്തയെ സംശുദ്ധമാക്കണമെന്ന് ഈ സംഗമം ഐക്യകണ്ഠേന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറയോട് വിനീതമായി ആവശ്യപ്പെടുന്നു. അവതാരകൻ CT അബ്ദുൽ ഖാദർ ഹാജി തൃക്കരിപ്പൂർ, അനുവാദകൻ അബ്ദുൽ സമദ് മാസ്റ്റർ കൊല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.